ഗുഡ് ഈവനിങ് ഡേയ്സ് തീർച്ചയായിട്ടും എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിൽ കിടക്കാം. നിഫ്റ്റി 25,700 എന്ന് പറയുന്ന മേജർ സോൺ ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 120 പോയിന്റിൻ്റെ ഒരു ഗെയിനാണ് നിഫ്റ്റി രേഖപ്പെടുത്തിയത്. സെൻസെക്സും 336 പോയിന്റിൻ്റെ ഗെയിൻ. ബാങ്ക് നിഫ്റ്റി ഇതിന് അനുപാതികമായ ഒരു റാലി രേഖപ്പെടുത്തിയില്ല, 200 പോയിന്റിൻ്റെ ഒരു റാലിയാണ് രേഖപ്പെടുത്തിയത്. നല്ലൊരു മാർക്കറ്റാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. ഞാനിപ്പോൾ ഉള്ളത് ഹൈ റേഞ്ചാണ്. ഇന്ന് മല കയറാൻ വന്നു. ഇന്നത്തെ ട്രേഡ് ഇവിടെ വെച്ചാണ് ഉണ്ടായിരുന്നത്. നാളെയും ഇവിടെ സ്റ്റേ ചെയ്യും. ഇന്ന് നിഫ്റ്റിയുടെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കാം, കൂടാതെ തന്നെ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. നിഫ്റ്റി ചാർട്ട് കാണാം. നല്ലൊരു പ്രൈസ് ആക്ഷൻ. ഓപ്പണിംഗ് റേഞ്ച് 25,600, 25,453. ലോ ടെസ്റ്റ് ചെയ്തു. 1, 2, 3 നാലാമത്തെ തവണ 5 മിനിറ്റ് ക്യാൻഡിൽ നിഫ്റ്റി പറന്നു. സ്ട്രൈറ്റ് അവേ 250 പോയിന്റ് ഇന്നത്തെ ഇൻട്രാഡേ ലോയിൽ നിന്ന്. ഇന്ന് ഇൻഡിഗോ, ഭാരത് ഇലക്ട്രോണിക്സ്, M&M, HCL ടെക്, ബജാജ് ഓട്ടോ തുടങ്ങിയ കമ്പനീസ് 3.5 മുതൽ 1.4% വരെയുള്ള നേട്ടം കൈവരിച്ചപ്പോൾ ബജാജ് ഫിനാൻസ് ഇന്ന് ഫോളായി. അവരുടെ AUM കുറയ്ക്കുമെന്നുള്ള കമ്പനിയുടെ പ്രസ്താവനയാണ് സ്റ്റോക്ക് ഇന്ന് സീവിയർ ഫോൾ ആവാനായിട്ട് കാരണം. ONGC, അപ്പോളോ ഹോസ്പിറ്റൽ തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അപ്പോൾ ഹോസ്പിറ്റൽ സെക്ടറും പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ പാസഞ്ചർ വെഹിക്കിൾ സ്റ്റോക്ക് ഇന്ന് നമുക്ക് പോർട്ട്ഫോളിയോയിൽ വന്നു. ഇൻഡിഗോ ഇന്ന് ഗെയിൻ ചെയ്യാൻ കാരണം പ്രധാനമായിട്ടും ഈ എയർ ട്രാഫിക് ഇമ്പ്രൂവ് ആയി എന്നുള്ള ന്യൂസാണ്. കൂടാതെ തന്നെ ഇൻഡിഗോ പുതിയ സർവീസുകളെല്ലാം തന്നെ ഡൊമസ്റ്റിക് മേഖലയിൽ ആരംഭിച്ചു. നിലവിൽ ഈ ഏവിയേഷൻ മേഖലയിൽ 60% സർവീസ് നടത്തുന്നതും ഇൻഡിഗോ തന്നെയാണ്. ഈ ബീഹാർ ഇലക്ഷനാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഏകദേശം 60% പോളിംഗ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ഇലക്ഷൻ്റെ റിസൾട്ട് 14th നവംബർ 14 വെള്ളിയാഴ്ച വരും. നല്ലൊരു വോളറ്റിലിറ്റി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഇലക്ഷൻ തന്നെയാണ്. നമുക്ക് അറിയാം, അവിടെ നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ഒരു മിനിസ്ട്രിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത്തവണ NDA തുടങ്ങിയ പാർട്ടീസ് എല്ലാം തന്നെ ശക്തമായിട്ട് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ റീസെൻ്റായിട്ട് നടന്ന ഒരു ഇലക്ഷൻ്റെ ഒക്കെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ഞാനിപ്പോൾ നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് നമ്മൾ ന്യൂസിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ അതെല്ലാം തന്നെ ഇമ്പാക്റ്റ്, ഇതിൻ്റെ റിസൾട്ട്, ആക്ച്വൽ ഔട്ട്കം എന്താണ് എന്ന് ജനങ്ങൾ വിധി എഴുതുന്ന ഒരു ദിവസമൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇനി മാർക്കറ്റിന് ഇത്തവണ ഈ ഒരു നവംബർ 14 ഒരു ഇമ്പാക്റ്റുകൾ ഉണ്ടാകും. പക്ഷേ ഈ ഇന്ത്യ വിക്സിനൊന്നും ആ ഒരു ഇലക്ഷൻ്റെ സ്പൈക്ക്, ഇലക്ഷൻ കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള ഇന്ത്യ വിക്സ് ഒന്നും സ്പൈക്ക് ആയിട്ടില്ല. മേ ബി ഒന്ന് വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞ ഇലക്ഷനൊക്കെ ഇന്ത്യ വിക്സ് ഒന്ന് സ്പൈക്ക് ചെയ്തിരുന്നു. ഇനി ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ യൂറോപ്യൻ മാർക്കറ്റ് 3+ ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ, കൊറിയ +, ചൈന, ഓസ്ട്രേലിയ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ഗോൾഡ് $23 ഉയർന്ന് $4,139 പെർ ഔൺസ്. ബിറ്റ്കോയിൻ ഇപ്പോൾ 800 പോയിൻ്റ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഡോ ഫ്യൂച്ചർ നെഗറ്റീവായ രീതിയിൽ ട്രേഡിംഗ് തുടരുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് കാണാം. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുമ്പോൾ നിഫ്റ്റി ഇപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വീക്കിൽ സ്പോട്ട് ഉള്ളത് 25,700. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ മേജർ റെസിസ്റ്റൻസ് സോൺ 26,000 ആണ്. സപ്പോർട്ടായിട്ട് 25,000 നിൽക്കുന്നുണ്ട്. അപ്പോൾ പുട്ട് കോൾ റേഷ്യോ 1.1 ആണ്. പൊതുവെ മാർക്കറ്റ് ബുള്ളിഷാണ്. എബോവ് 1 ബുള്ളിഷായ രീതിയിലാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ വൺ ലൈനായിട്ട് മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നിഫ്റ്റി 26,100 നിന്നും വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു താഴെ വന്നു. വീണ്ടും മാർക്കറ്റ് ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യുക. വളരെ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസുകളെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. നാളെ നമുക്ക് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. അതിനുശേഷം വ്യാഴാഴ്ച US ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഓവർനൈറ്റ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യുമ്പോൾ വലിയ ക്വാണ്ടിറ്റിയൊക്കെ ഹോൾഡ് ചെയ്യുന്നത് അത്ര നന്നല്ല ഇത്തരം അവസരങ്ങളിൽ. അപ്പോൾ നമുക്കിനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നേരെ പോകാം. ഈ വരുന്ന 21-ാം തീയതി കൊച്ചിയിൽ വെച്ച് നമ്മൾ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് നടത്തപ്പെടുന്നുണ്ട്. ക്ലാസ് റൂമിൽ ഇരുന്നിട്ടുള്ള കോഴ്സാണ്. 22-ാം തീയതി നമ്മൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ്സും ഉണ്ട്. അത് സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഓഫീസിൽ ഇരുന്ന് ചെയ്ത് തന്നെ പഠിക്കാം. താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെഫർ ചെയ്യുക. ഫസ്റ്റ് കമൻറ്റിൽ നമ്പറുണ്ട്. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. പൈസൽ റെക്കമെൻഡേഷൻ അല്ല. ഭാരത് ഫോർജ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 23% year-on-year ഉയർന്നു. 229 കോടി രൂപ കരസ്ഥമാക്കി. ജുപ്പിറ്റർ വാഗൺ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 90 കോടി രൂപയിൽ നിന്ന് 46 കോടി രൂപയിലേക്ക് ഇവർ പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. ഇനി ബോഷ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 3.4% year-on-year ഉയർന്നു.
അവർ ഇത്തവണ 536 കോടി രൂപയിൽ നിന്ന് 554 കോടി രൂപയിലേക്ക് ഉയർന്നു. അതിലോട്ടോ നെറ്റ് പ്രോഫിറ്റ് 70% സ്പൈക്ക് ചെയ്തു. 5.4 CR നിന്ന് 9.2 CR പ്രോഫിറ്റ് ഉയർന്നു. ബൽറാമൻ ചിനി നെറ്റ് പ്രോഫിറ്റ് 20% ഇടിഞ്ഞു. അദാനി ഗ്രൂപ്പ് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് 1126 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ബാറ്ററി സ്റ്റോറേജ് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് ഗുജറാത്തിൽ. മൈ ഇന്ത്യ റവന്യൂ ഫോർകാസ്റ്റ് 20-25% കമ്പനി എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ബോറോസിൽ റിന്യൂവബിൾ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 3 മടങ്ങ് ഉയർന്നു. റവന്യൂ ഏകദേശം 42% ഉയർന്നു. പി ഇൻഡസ്ട്രീസ് കമ്പനി 508 കോടി രൂപയിൽ നിന്ന് 409 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ഓർക്കിഡ് ഫാർമ 25 കോടി രൂപയിൽ നിന്ന് 5 കോടി രൂപ ലോസ് ഉണ്ടാക്കി. KSP കമ്പനി 50 കോടി രൂപയിൽ നിന്ന് 65 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. വെൽസ്പൻ എൻ്റർപ്രൈസസ് 70 കോടി രൂപയിൽ നിന്ന് 87 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. BLS ഇൻ്റർനാഷണൽ 140 കോടി രൂപയിൽ നിന്ന് 175 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഇൻഡോ കൗണ്ട് കമ്പനി 81 കോടി രൂപയിൽ നിന്ന് 39 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ടെസ്മാക്കോ റെയിൽ 48 കോടി രൂപയിൽ നിന്ന് 61 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. മദ്രാസ് ഫെർട്ടിലൈസർ കമ്പനി 6 കോടി രൂപയിൽ നിന്ന് 13 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ജുപ്പിറ്റർ വാഗൺ 88 കോടി രൂപയിൽ നിന്ന് 53 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഹിന്ദുസ്ഥാൻ കോപ്പർ 100 കോടി രൂപയിൽ നിന്ന് 190 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. ഇനി നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് NVIDIA എല്ലാം തന്നെ സംബന്ധിച്ചുള്ള ന്യൂസുകളുണ്ട്. NVIDIAയുടെ സ്റ്റേക്കുകളെല്ലാം തന്നെ പ്രൊമോട്ടേഴ്സ് വിറ്റ് ഒഴിവാക്കി എന്നുള്ള ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് US ഷട്ട് ഡൗണിൽ നിന്ന് രക്ഷപ്പെട്ടു. സെനറ്റ് ഫണ്ട് റൈസ് അനുവദിച്ചു. അതാണ് നമുക്ക് ഇന്നലെ US മാർക്കറ്റിൽ കണ്ട അതിഗംഭീര റാലിയുടെ പ്രധാന റീസൺ. അല്ലാതെ ഈ ട്രേഡ് ഡീലെല്ലാം തന്നെ ഇപ്പോൾ പതിയെ മറന്നു തുടങ്ങിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഒരു രാജ്യമായിട്ടും നിലവിൽ ധാരണയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നിലവിൽ US ഒരു പോസിറ്റീവായിട്ട് വന്നിട്ടുള്ളത് അവിടുത്തെ സെനറ്റ് അവിടുത്തെ ഗവൺമെൻറ് ഷട്ട് ഡൗണിൽ നിന്ന് ഒരു എസ്കേപ്പ് വന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഓൺഗോയിങ് നമ്മൾ നടക്കുന്നുണ്ട്, മാർക്കറ്റ് പോകുന്നുണ്ട്. അറ്റ് ദി സെയിം ടൈം US താരിഫ്, US ഗവൺമെൻറ് ഷട്ട് ഡൗൺ, ചൈന US ഇന്ത്യ താരിഫ് ചർച്ചകൾ, അതേസമയം തന്നെ മൾട്ടിപ്പിൾ രാജ്യങ്ങളിലെ യുദ്ധങ്ങൾ, അതിനിടയിൽ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ, US ഇൻഫ്ലേഷൻ, അങ്ങനെയുള്ള എക്കണോമിക് കാര്യങ്ങൾ, അതിനിടയിൽ ഇന്ത്യയുടെ സ്റ്റേറ്റ് ഇലക്ഷൻ. അപ്പോൾ നമുക്ക് പലപ്പോഴും വലിയ തോതിൽ നഷ്ടം ഉണ്ടാകുന്നത് വലിയ തോതിൽ ഹ്യൂജ് ക്വാണ്ടിറ്റി നമ്മൾ ഓവർനൈറ്റ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയ തോതിൽ നഷ്ടം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം അവസരങ്ങളിൽ വലിയ തോതിൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് വലിയ തോതിൽ റിസ്ക് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അത്ര നന്നാവില്ല. അതിപ്പോൾ ഓപ്ഷൻ ബൈ ആണെങ്കിലും സെല്ലാണെങ്കിലും അതുപോലെ തന്നെ. നേരെ മറിച്ച് നമ്മൾ മാർക്കറ്റ് സമയത്ത് ഈ പറയുന്ന ട്രേഡുകൾ സ്പെക്കുലേറ്റീവ് ആയി ഒരു ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ അതുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പരിക്ക് വളരെ കുറവാണല്ലോ. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ കാണാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. പൊതുവേ അഡ്വൈസുകളൊന്നും ആർക്കും തന്നെ ഇഷ്ടമല്ല, എങ്കിലും പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.